കേരളത്തിലെ പൊതുവിതരണ മേഖല അഴിച്ചുവിട്ട കാളയാണെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഭക്ഷ്യധാന്യങ്ങൾ കരിഞ്ചന്തയിൽ വിൽക്കുന്ന രീതി തുടരുകയാണ്. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തി അഴിമതി തടയുമെന്നും അദ്ദേഹം പറഞ്ഞു. അറക്കുളം FCI ഗോഡൌൺ ഉദ്ഘാടന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇവിടെ പലപ്പോഴും നമുക്ക് ഡൈവേർഷനാണ് നമ്മൾ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളികൾ. മറ്റൊന്ന്, നമുക്ക് ലഭിക്കുന്ന ഭക്ഷ്യധാന്യങ്ങൾ കരിഞ്ചന്തയിലേക്ക് പോകുന്നു. ഇത് നമ്മുടെ സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സംവിധാനം എന്ന് നിലവിൽ വന്നു അന്നു മുതൽ ഈ ഒരു ഞാനൊരു എടുത്തു വരാൻ ആഗ്രഹിച്ച ഒരു ശാപമായി നമുക്ക് തുടരുകയാണ്. ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്. ഇത് പൊതുവിതരണം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇതൊരു അഴിച്ചുവിട്ട കാള, ഇതിങ്ങനെ അങ്ങ് പോവുക, തോന്നിവാസം പോലെ അങ്ങനെ പോവുകയാണ്. എന്തായാലും ഇതിനെ നമുക്ക് കെട്ടിയിടാനൊരു കയർ അനിവാര്യമാണ്. ഇതിന് ആധുനിക സാങ്കേതിക വിദ്യ ഇന്ന് പൊതുവിതരണ സംവിധാനത്തിലേക്ക് കൊണ്ടുവരുവാൻ കേരളം ഉദ്ദേശിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങൾ അത് മുമ്പോട്ട് പോകുന്നുണ്ട്. ഛത്തീസ്ഗഡ്, ആന്ധ്ര, കർണാടക അടക്കമുള്ള സ്റ്റേറ്റുകൾ ഇന്ന് മുമ്പോട്ട് പോവുകയാണ്. കേരളവും ഇന്ന് ആധുനിക സാങ്കേതിക വിദ്യ പൊതുവിതരണ ശൃംഖലയിലേക്ക് കൊണ്ടുവരുവാൻ, നമ്മുടെ സപ്ലൈ ചെയിൻ പൊതുവിതരണ ശൃംഖല പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുക എന്ന ലക്ഷ്യം ഇന്ന് സംസ്ഥാന ഗവൺമെന്റ് മുമ്പോട്ട് വെക്കുന്നുണ്ട്. ഈ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതിനെ സംബന്ധിച്ചും കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ള സഹായം ലഭ്യമാക്കും എന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഏതാണ്ട് 50% ലഭ്യമാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും ആ പൊതുവിതരണ ശൃംഖല പൂർണ്ണമായും കമ്പ്യൂട്ടർവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഇതിൽ ഇന്ന് കരിഞ്ചന്തയിലേക്ക് പോകുന്ന ഭക്ഷ്യധാന്യങ്ങൾ അത് പൂർണ്ണമായും തടയിടുവാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതായിട്ടുണ്ട്. അറക്കുളം FCI ഗോഡൌണിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. മന്ത്രിമാരായ PJ ജോസഫ്, അനൂപ് ജേക്കബ്, PT തോമസ് MP, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, ജില്ലാ കളക്ടർ T ഭാസ്കരൻ, സ്പൈസസ് ബോർഡ് വൈസ് ചെയർമാൻ റോയി K പൗലോസ്, അറക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു.